Hi all, welcome back to my YouTube channel. I know ഞാൻ കുറച്ച് നാളുകളുടെ ശേഷമാണ് ഒരു ലോങ് വീഡിയോ ആയിട്ട് വരുന്നത്. കുറേ നാളുകളുടെ ശേഷം ഓൾമോസ്റ്റ് 2 months ആയി. വേറെ ഒന്നല്ല കേട്ടോ. ആക്ച്വലി എൻ്റെ ഓസ്ട്രിയ പോകേണ്ട കാര്യങ്ങളുടെ പ്രോസസ്സിങ് അതൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആൻഡ് ഇപ്പോൾ എൻ്റെ യൂണിവേഴ്സിറ്റിയുടെ ഓൺലൈൻ ക്ലാസ്സസും സ്റ്റാർട്ട് ആയിട്ടുണ്ട്. സോ ഞങ്ങൾക്ക് 2 മാസം ഓൺലൈൻ ക്ലാസ്സസ് ആണ്. ദെൻ സെപ്റ്റംബറിൽ അവിടെ എത്തുമ്പോൾ ആക്ച്വൽ ക്ലാസ്സസ് ബിഗിനാവും. സോ അതൊക്കെ കാരണം പിന്നെ എനിക്കിത് കുറച്ച് മടിയുണ്ടായിരുന്നു. സോ അതൊക്കെ കാരണമായിട്ടാണ് വീഡിയോ ലേറ്റ് ആയേ. സോ ഐ ഹോപ്പ് ഇനി തൊട്ട് ഞാൻ മുന്നോട്ട് റെഗുലർ ആയിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ലെറ്റ്സ് ഹോപ്പ് ഫോർ ദാറ്റ് യു ഗൈസ് ഹാവ് ടു മോട്ടിവേറ്റ് മീ ബൈ സപ്പോർട്ടിങ് മീ, സബ്സ്ക്രൈബിംഗ് ടു മൈ ചാനൽ, liking my video, and of course sharing to your friends who are also learning German. So yeah, without wasting much time, let's get right into the video. So ഇന്നത്തെ നമ്മുടെ topic is about B2 TELC Schreiben. ലൈക്ക് ഇപ്പോൾ ഈ വീഡിയോ ടെൽക്കുകാർക്ക് മാത്രമാണ് അല്ല ഞാൻ ഉദ്ദേശിച്ചത്, ബട്ട് ഗോയിത്തെ ആയാലും ഒയിസ്റ്റേ ആയാലും ഐ തിങ്ക് ലെറ്റർ റൈറ്റിംഗ് എന്തായാലും ഉണ്ടാവും. സോ ഓഫ് കോഴ്സ് ദിസ് വിൽ ബി യൂസ്ഫുൾ ഫോർ യു. പക്ഷേ ദിസ് ഇസ് മെയിൻലി ഫോക്കസ്ഡ് ഓൺ എക്സാക്ട് ടെൽക്ക് പാറ്റേൺ ബിക്കോസ് ഞാൻ ടെൽക്കായിരുന്നു എൻ്റെ പരീക്ഷ. സോ എനിക്കതാണ് കൂടുതൽ അറിയാം. സോ അതിൻ്റെ എങ്ങനെയാണ് കറക്റ്റ് നമ്മൾ ചെയ്യേണ്ടത്, ലൈക്ക് ദ ഫോമാറ്റ്, ഹൗ ഷുഡ് ബി റൈറ്റ്, ദ തിങ്സ് വിച്ച് വി ഹാവ് ടു ബി കെയർഫുൾ അബൌട്ട്, അതൊക്കെയാണ് ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ആൻഡ് ഓൾസോ ഈ വീഡിയോയുടെ എൻഡിൽ ഞാൻ കറക്റ്റ് പ്രോപ്പർ ടെൽക്കിൻ്റെ ഡിജിറ്റൽ എക്സാം എങ്ങനെയാണ്, ലൈക്ക് നിങ്ങൾ എഴുതാൻ പോകണം, എങ്ങനെയാണ് നിങ്ങൾ ചൂസ് ചെയ്യുക, ലൈക്ക് 2 ഓപ്ഷൻസ് ഉണ്ടല്ലോ, അതൊക്കെ ഞാൻ ഈ വീഡിയോയുടെ എൻഡിൽ കാണിക്കുന്നതായിരിക്കും. സോ വാച്ച് ടിൽ ദി എൻഡ്. സോ സ്റ്റാർട്ടിങ് വിത്ത് ടെൽക്കിൽ വി ഹാവ് 2 ഓപ്ഷൻസ്. എക്സാമിൽ എല്ലാവർക്കും ലൈക്ക് 2 ഓപ്ഷൻസ് വരും. നമുക്ക് ബിറ്റയും ഇൻഫർമാസ്യോൺ അങ്ങനത്തെ ഒരു ലെറ്റർ എഴുതാം. അതർവൈസ് വി ക്യാൻ റൈറ്റ് ബെസ്റ്റ് വേർഡ്, ഇൻഫർമേഷൻ ചോദിക്കുന്നത് അല്ലെങ്കിൽ കംപ്ലയിൻറ്റ് ലെറ്റർ. ദീസ് 2 വി ക്യാൻ റൈറ്റ്. സോ ഞാൻ ഓപ്റ്റ് ചെയ്തത് ബെസ്റ്റ് വേർഡ് ആയിരുന്നു. നിങ്ങളും എന്താണ് എഴുതാൻ പോകുന്നത് അത് ഇപ്പോഴേ ലൈക്ക് ബിഫോർ ഹാൻഡ് തീരുമാനിച്ച് കൺഫേം ചെയ്തിട്ട് വയ്ക്കുക. ബിക്കോസ് കുറേ ആൾക്കാർ പറയും ഞാൻ 2 നോക്കി വയ്ക്കാം. 2 നോക്കി വയ്ക്കുന്നത് നല്ലതാണ്, ഓക്കെ, ബട്ട് ഡ്യൂറിങ് യു ഇനിഷ്യൽ സ്റ്റേജസ് 2 ട്രൈ ചെയ്ത് നോക്കുന്നു, ഏതാണ് എനിക്ക് ഈസി, നിങ്ങൾക്ക് ഈസി ആയിട്ട് തോന്നുന്നത് ആ ടോപ്പിക്ക് സെലക്ട് ചെയ്യുക ആൻഡ് ബി ഷുവർ അബൌട്ട് ഇറ്റ്. ഡോണ്ട് ബി ലൈക്ക് ഞാൻ എക്സാമിൽ എത്തി കഴിഞ്ഞിട്ട് അവിടെ 2 ക്വസ്റ്റ്യൻസ് ഉണ്ടാവുമല്ലോ, ഇതാണ് എനിക്ക് ആ സമയത്ത് ഈസി ആയിട്ട് തോന്നുന്നത്, അത് ഞാൻ സെലക്ട് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കരുത്. ബിക്കോസ് നമുക്ക് ആകെ കിട്ടുന്നത് 30 minutes ആണ്. ആൻഡ് ട്രസ്റ്റ് മീ, ദാറ്റ്സ് നോട്ട് എനഫ്. ലൈക്ക് ആ 30 minutes വിൽ ജസ്റ്റ് ലൈക്ക് ഇൻ എ സ്നാപ്പ് കഴിയും. സോ അതുകൊണ്ട് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് നിങ്ങൾ ഓൾറെഡി ഷുവർ ആയിരിക്കണം ഞാൻ ബെസ്റ്റ് വേർഡ് ആണെങ്കിൽ ബെസ്റ്റ് വേർഡ് എഴുതുള്ളൂ, ആ ക്വസ്റ്റ്യൻ നോക്കുക ആൻഡ് ദെൻ യു ജസ്റ്റ് പ്രൊസീഡ് by writing it, because time management is very important. അതിനെ പറ്റിയൊക്കെ നമ്മൾ ലേറ്റർ വീഡിയോയിൽ വരും. ഓക്കെ, സോ വൺസ് യു ഹാവ് സെലക്റ്റഡ് നിങ്ങൾ ഏതാണ് ചൂസ് ചെയ്യുന്നത്, ബെസ്റ്റ് വേർഡ് ആൻഡ് ബെറ്റർ ഇൻഫർമാസ്യോണിൽ യു ക്യാൻ സ്റ്റാർട്ട് പ്രാക്ടീസിങ് എ ലോട്ട് ഓഫ് ക്വസ്റ്റ്യൻസ്. ആൻഡ് ഐ തിങ്ക് ടെൽക്കിൻ്റെ കുറേ മെറ്റീരിയൽസ് അവൈലബിൾ ആണ് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസിൻ്റെ. എസ്പെഷ്യലി നമ്മുടെ ടെൽക്കിൻ്റെ ബെസ്റ്റ് വേർഡ് ലെറ്ററിന് ഒരു വലിയൊരു PDF തന്നെ ഉണ്ട്. ഐ തിങ്ക് ഹാവ് യു ഓൾ സീൻ ദിസ് PDF? ഇതിൽ കുറേ ലൈക്ക് ഓൾമോസ്റ്റ് 55 ടോപ്പിക്സ് ഉണ്ട്. ഇതൊക്കെ പ്രാക്ടീസ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഇനി ഏത് ലൈക്ക് ലെറ്റർ വന്നാലും യു വിൽ ബി ഏബിൾ ടു റൈറ്റ്, ബിക്കോസ് അത്രമാത്രം വെറൈറ്റി ഓഫ് ക്വസ്റ്റ്യൻസ് ഇതിലുണ്ട്. സോ ഫസ്റ്റ് ലെറ്റ്സ് സീ ദിസ് ക്വസ്റ്റ്യൻ റൈറ്റ് ഹിയർ വിച്ച് ഇസ് അബൌട്ട് സിറ്റി ക്ലബ് ഹോട്ടൽ. ബേസിക്കലി ഇതൊരു അഡ്വർടൈസ്മെൻ്റ് ആണ് സിറ്റി ക്ലബ് ഹോട്ടലിൻ്റെ അവിടുത്തെ ഒരു സ്റ്റേയിനെ പറ്റി. സോ നിങ്ങൾ ഈ അൻസായിക്കെ വായിച്ചു, നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആൻഡ് യു വെൻറ്റ് ദെയർ ടു സ്റ്റേ, ബട്ട് ലൈറ്റർ യു വർ നോട്ട് സാറ്റിസ്ഫൈഡ് വിത്ത് യുവർ സ്റ്റേ ദെയർ, യു വർ unzufrieden ഓഫ് ഡോയ്ച്ച്. അപ്പോൾ നിങ്ങൾ ഒരു ബെസ്റ്റ് വേർഡ് ലെറ്റർ അതാണ് നിങ്ങൾ എഴുതേണ്ടത്. സോ ഹിയർ ഈ എൻസൈഗയുടെ താഴെ ദെർ ആർ ഫ്യൂ പോയിന്റ്സ് വിച്ച് ഐ തിങ്ക് എ ലോട്ട് ഓഫ് പീപ്പിൾ അത് അങ്ങനെ കറക്റ്റായിട്ട് വായിക്കുന്നില്ല എന്നാണോ എനിക്കറിയില്ല. പക്ഷേ കുറേ ലെറ്റേഴ്സൊക്കെ ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ആയാലും ആരെങ്കിലും എനിക്ക് ചെക്ക് ചെയ്യാൻ തരുമ്പോൾ ദർ ഈസ് എ ലോട്ട് ഓഫ് തിങ്സ് മിസ്സിങ്. സോ ഐ നോ ലൈക്ക് ഒരു കോമൺ മിസ്റ്റേക്സ് ഞാൻ ഇതുവരെ കണ്ടതിൽ അതൊക്കെ വെച്ച് ഞാൻ പറയും ഈ വീഡിയോയിൽ. ഫസ്റ്റ് ലെറ്റ്സ് റീഡ് ദീസ് ഇൻസ്ട്രക്ഷൻസ് കെയർഫുള്ളി. Sie haben die oben stehende Anzeige gelesen und eine Woche im City Club Hotel verbracht. Sie waren mit ihrem Aufenthalt sehr unzufrieden. Schreiben Sie an das Hotel und erläutern Sie, warum Sie unzufrieden sind und was Sie fordern. Behandeln Sie entweder A mindestens 3 der folgenden Punkte oder B mindestens 2
der folgenden Punkte und einem weiteren Aspekt ihrer Wahl. Basically, 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അതിന് അറ്റ്ലീസ്റ്റ് 3 പോയിന്റ്സ് വെച്ച് നിങ്ങൾ നിങ്ങളുടെ ബെസ്റ്റ് വേർഡ് എഴുതണം. അല്ലെങ്കിൽ യു ക്യാൻ സെലക്ട് എനി 2 ഓഫ് ദ ഓപ്ഷൻസ് ദർ ആൻഡ് 1 ഓഫ് യുവർ ഓൺ. നിങ്ങൾക്ക് സ്വയമായിട്ട് ഒരു പോയിന്റ് ക്രിയേറ്റ്. അതിൻ്റെ താഴെ അഗൈൻ ദർ ഇസ് വൺ മോർ ഇമ്പോർട്ടൻറ്റ് ഇൻസ്ട്രക്ഷൻ വിച്ച് ഐ തിങ്ക് കുറേ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ അത് പറഞ്ഞു തരുന്നില്ല, കുറേ ലൈക്ക് ടീച്ചേഴ്സ് പറഞ്ഞു തരാത്തത് ആണോ എന്ന് എനിക്കറിയില്ല. കുറേ ആൾക്കാർ നിങ്ങളുടെ ഇപ്പം ഈ ബ്രീഫ് എഴുതുന്നത് എങ്ങനെയാണെന്ന് അറിയോ? യു റൈറ്റ് ദ ബെട്രസ്, then sehr geehrte Damen und Herren, that's it, and then you start with the content. But it's clearly written here that überlegen Sie sich vor dem Schreiben eine passende Reihenfolge der Punkte. Yes, of course, that's very important. നിങ്ങൾ ഈ ഓർഡർ കറക്റ്റ് ഇങ്ങനെ ഒരു തലവാലില്ലാത്ത പോലെ നമുക്ക് എഴുതി വെക്കാൻ പറ്റില്ല. സോ വി ഹാവ് ടു ബി വെരി പർട്ടിക്കുലർലി കറക്റ്റ് സ്ട്രക്ചർ, ഒരു രീതിയിൽ ഒരു കറക്റ്റ് ഓർഡറിൽ നമ്മളത് ഫ്രെയിം ചെയ്യണം. And also this here comes the main thing. Ein passende Einleitung und einen passenden Schluss. Vergessen Sie nicht Ihren Absender, die Anschrift, Datum, Betreffsziele, Anrede und Schlussformel. So Einleitung, Abschluss, അതൊക്കെ നിങ്ങൾ ഓഫ് കോഴ്സ് എഴുതുന്നുണ്ട്. ബട്ട് അബ്സെൻഡർ, ദ സെൻഡേഴ്സ് അഡ്രസ്, ദ റിസീവേഴ്സ് അഡ്രസ്, അതൊന്നും നിങ്ങൾ എഴുതുന്നില്ല. ലൈക്ക് നിങ്ങൾ ചിലപ്പോൾ എഴുതുന്നുണ്ടാവും, കുറേ ആൾക്കാർ എഴുതുന്നില്ല. ദാറ്റ്സ് വാട്ട് ഐ മെന്റ്, ഐം സോറി. സോ ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഇത് നമുക്ക് ക്വസ്റ്റനിൽ ഒരു സാധനം തന്നിട്ടുണ്ട്, അത് നമ്മൾ എഴുതാണ്ടിരിക്കുന്നത് ഇറ്റ്സ് നോട്ട് കറക്റ്റ്, റൈറ്റ്? ഇറ്റ്സ് ക്ലിയർലി സ്റ്റേറ്റഡ് ദാറ്റ്. ഇപ്പോൾ ചില സെൻറ്റേഴ്സിലൊക്കെ ഇപ്പോൾ ലൈക്ക് എനിക്കറിയാം ട്രിവാൻഡ്രമിലൊക്കെ ട്രാൻഡ്രത്തിലൊക്കെ ലൈക്ക് ഈ ഓൺലി ബെട്രസ് ആൻഡ് ഇതൊക്കെ സേർഗായിട്ട് എഴുതി കണ്ടന്റ് തുടങ്ങിയ ആൾക്കാർക്ക് ഫുൾ മാർക്സ് കിട്ടിയ കുറേ ആൾക്കാരുണ്ട്. So that depends on center to center, but why to take risk, right? When it's clearly mentioned in the question, then we have to write that. We should write that. Then it's written, schreiben Sie mindestens 150 Wörter. So here, mindestens, at least, maximum limit alla parayna words inde, at least minimum you have to write this. You won't be able to express all your concerns in just 150 words. So definitely it will exceed. It's not an issue if it's 200 words or 250 words. It's okay. Of course, അധികം കൂടുതലും എഴുതരുത്, ബിക്കോസ് നിങ്ങൾ അത്ര സമയമില്ല ഒന്നാമത്. രണ്ടാമത് ഇറ്റ്സ് ലൈക്ക് ജിത്ന ജാദ നിങ്ങൾ എഴുതും അത്ര മിസ്റ്റേക്സ് കൂടാൻ ചാൻസസും കൂടും. സോ യെസ്, ഒരു ഏകദേശം 200-250 മാക്സിമം അത്ര എന്തായാലും ലെറ്റർ നമുക്ക് എഴുതാം. അങ്ങനെ ആകുമ്പോൾ ലൈക്ക് പിന്നെ കുറേ ആൾക്കാർ പിന്നെ ഗ്രാമറൊക്കെ കുറേ യൂസ് ചെയ്യണം. യെസ്, നിങ്ങൾ B2 ലെവലാണ്, സോ ഗ്രാമർ ആൻഡ് ഓൾ ഇറ്റ് ഷുഡ് ബി ദെയർ. ആ ഒരു സ്റ്റാൻഡേർഡ് ഇപ്പോൾ A1 A2 ഓഫ് കോഴ്സ് നിങ്ങളെല്ലാവരും A1 A2 പാസ്സായ ആൾക്കാരാണ്. ആ ലെറ്റേഴ്സൊക്കെ എന്ന് വെച്ചാൽ ഭയങ്കര ബേസിക് ആണ്, വളരെ ബേസിക് ലെവൽ. ലൈക്ക് വൈൽ, ദസ് വെച്ചു, മൊഡാൽ വെർബ് വെച്ചു, അങ്ങനത്തെ സച്ച് ഫോമിലിയർ അത്രേ ഉള്ളൂ. ബട്ട് ഓഫ് കോഴ്സ് B2 നമ്മൾ എന്തൊക്കെ ഗ്രാമാറ്റിക് പഠിച്ചിട്ടുണ്ട്, ലൈക്ക് സ്വൈറ്റാലിക, കണക്ടോറൻ, കൊനിക്റ്റീവ് സ്വൈ, കൊനിക്റ്റീവ് വൈൻസ്. there are so many grammatic that we have learned for passive ആയാലും എന്തായാലും. സോ എല്ലാം like don't keep on repeating while you can use that's alternative, like കുറേ same meaning connectors നമുക്ക് ഉണ്ട്, right? So use different don't keep on repeating the same connector. അങ്ങനെയൊക്കെ നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ അറിയാം. You have പിന്നെ ഷോ യുവർ കപ്പാസിറ്റി. ലൈക്ക് മൊത്തം കപ്പാസിറ്റി ബ്രീഫിൽ ഷോ ചെയ്യണം എന്നല്ല ഞാൻ പറയുന്നത്. ലൈക്ക് എല്ലാം കൂടി എഴുതി എല്ലാം കണക്ടോട് അത് ഇതൊക്കെ എഴുതി ഒരു കിച്ചടി പോലെ ഉണ്ടാക്കാനല്ല. ബട്ട് അത്യാവശ്യം നമ്മളത് വായിക്കുമ്പോൾ ഇതൊരു B2 സ്റ്റുഡൻ്റ് ആണ് എഴുതിയണേ, ലൈക്ക് ദാറ്റ് ലെവൽ ആ ഒരു ലെറ്ററിൽ ഷോ ചെയ്യണം. Now let's see the format. ലൈക്ക് എങ്ങനെയാണ് നമ്മൾ ഈ ലെറ്റർ എഴുതേണ്ടത്, ഇതിൻ്റെ ഒരു ബൈഷ്പീൽ നമുക്ക് നോക്കാം ഈ ക്വസ്റ്റൻ്റെ. ഓക്കെ, സോ ഫസ്റ്റ് കംസ് upsender, that is sender's address, your name and your address. Okay, then leave a line, then comes the empfänger, to whom you are writing the letter. It can be any firma, hotel, anything. Okay, and then comes Ort und Datum, like the place. And always remember ee place ningade address inde place aanu ningal എഴുതണ്ടേ. Okay, not നിങ്ങൾ അയക്കുന്ന ആളുടെ അഡ്രസ്സ് എവിടെയാ, അതല്ല ആ ഓട്ടല്ല എവിടെ ഉദ്ദേശിക്കുന്നത്. ദ ഓട്ട് ഈസ് ദ വൺ യു റോട്ട് ഇൻ യുവർ അഡ്രസ് ഇൻ ദ സെൻറ്റർ പോർഷൻ. ദെൻ കോമ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ദെൻ റൈറ്റ് ദ ഡേറ്റ്.
Then we leave a line again. Then we have betreff. Then രണ്ട് കുത്തിടണം, അത് very important ആണ്. Like digital ആയിരിക്കും, that will I talk about later. Okay. Then after betreff, you write betreff is like beschwerde über meinen Aufenthalt, anything like that. But beschwerde über this, that's enough. A small betreff, it's not a long sentence, it's a short. ഇപ്പോൾ ഇതിൽ ഡേറ്റ് എഴുതിയിട്ടുണ്ട് ഫ്രോം ദിസ് ടു ദിസ്, അത് നെസസറി അല്ല, നിങ്ങൾക്ക് എഴുതണമെങ്കിൽ എഴുതാം, വേണമെങ്കിൽ വേണ്ട. സ്മോൾ betreff is enough. Then comes this thing, again important thing, that is unrede, which is sterkerete damen und herren salutation. So here question ചിലപ്പോൾ മെൻഷൻ ആയിരിക്കും if it's a female or ഫെർമീറ്ററിന് അയക്കണം അല്ലെങ്കിൽ ഫെർമീറ്ററിന് അയക്കണം. സോ അവിടെ തന്നെ ജെൻഡർ ആണ്. ഫെർമീറ്റർ ഇസ് മെയിൽ ആൻഡ് ഫെർമീറ്ററിൻ ഇസ് ഓഫ് കോഴ്സ് ഫീമെയിൽ. സോ അവിടെ നിങ്ങൾക്ക് സേർഗരേറ്റെ ഡാമൻ ആൻഡ് ഹെരൻ നിങ്ങൾക്ക് എഴുതാൻ പറ്റില്ല, റൈറ്റ്? യു ഹാവ് ടു ബി സ്പെസിഫിക്, ജെൻഡർ സ്പെസിഫിക് ഇൻ ദാറ്റ് കേസ്. അതർവൈസ് ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ ഓഫ് കോഴ്സ് യു വിൽ ഗോ വിത്ത് സേർഗരേറ്റെ ഡാമൻ ആൻഡ് ഹെരൻ. ഓക്കെ, സോ ഇവിടെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ സേർടെ എസ് ഷുഡ് ബി ക്യാപിറ്റൽ, ഡാമൻ ആൻഡ് ഹെരൻ്റെ ഡിയും ഇറ്റ് ഷുഡ് ബി ക്യാപിറ്റൽ. ബാക്കി ഗരേറ്റെ ഇസ് സ്മോൾ, ഉണ്ട് is small, and then after Sergei Daman and Heren there should be a comma. Don't forget that. Okay, then you can leave a line. Then you start with the Einleitung. And Einleitung, I think many of you don't know that the first word is like 90% of the time it starts with a small letter. Okay, and the 10% is when it is starting with a noun, then it will be capital. Otherwise most of the time it should be like 90% of the time, and it's not a noun, it's starting with a small letter. So then you write prepare an Einleitung. Okay, you write about it, like you give a small introduction to the letter about what you develop the content of the letter in that portion. Then you again ഇത് നമുക്ക് 3 പാരഗ്രാഫിൽ എഴുതാം, body of the content, Einleitung, Hauptteil and then Schluss. So once you are done with Einleitung, you can leave a line and then start a new paragraph for Hauptteil, in which you will say, of course, the problems you have faced and what all did you find different from that was in the advertisement. So അതൊക്കെ നിങ്ങൾ മെൻഷൻ ചെയ്യും, നിങ്ങളുടെ പ്രോബ്ലംസ്. അറ്റ്ലീസ്റ്റ് 3 points should be there. ഇതിലാണ് നിങ്ങൾ ആ മറ്റേ 3 points ഇല്ലേ, അതൊക്കെ എഴുതാം. Then again you can change the paragraph and write a Schluss. അതിൽ ഷ്ലുസ്സിൽ നിങ്ങൾക്ക് ഒരു ഫർബെസറും ടിപ്സ് കൊടുക്കാം, ഒരു ഫോർഷ്ലാഗെ കൊടുക്കാം, ലൈക്ക് ഒരു ലോയ്സും, ലൈക്ക് ഒരു സൊല്യൂഷൻ ബേസിക്കലി എന്തൊക്കെ നിങ്ങൾക്ക് നന്നാക്കാം, അങ്ങനത്തെ ഒരു അഡ്വൈസ് നമുക്ക് അവർക്ക് കൊടുക്കാം. ആൻഡ് ദെൻ ഓഫ് കോഴ്സ് ich hoffe für eine അങ്ങനത്തെ ഒരു ich hoffe auf eine baldige Rückmeldung und eine positive Lösung, അങ്ങനെയൊക്കെ നമുക്ക് എഴുതാം. ഓക്കെ, ദെൻ കംസ് ഇതാണ് തേർഡ് പാരഗ്രാഫ്. ആഫ്റ്റർ ദാറ്റ് you write mid-Freundlichen Grüßen. ഇവിടെയും few people get confused. Grüßen കഴിഞ്ഞിട്ട് comma വേണോ വേണ്ടേ? No, you don't need a comma there. Okay, and of course mid, M is in capital and Grüßende G is in capital, but Freundlich the F is small letter only. So that you have to take care of. And then comes your name. Okay, that's it. So that is the way that you have to write the Schreiben. That's a proper way of writing the Schreiben. So that was how you have to prepare or write or frame like in a proper structure. If you format it, you get a lot of marks, you know. Then of course the content also, content ആണ് കൂടുതൽ marks, but formatനും ഒരു particular marks ഉണ്ട്. അത് ശരിയാണെങ്കിൽ നിങ്ങൾക്ക് ആ മാർക്സ് ഫുള്ളും കിട്ടും അങ്ങനെ. So now what I want to say is, of course, what you have to do beforehand is to prepare your Redemittel. That's very important. Like and general ആയിട്ടുള്ള Redemittel ഉപയോഗിക്കട്ട പ്രിപ്പയർ ചെയ്യും. ബിക്കോസ് എൻ്റെ കേസിലെന്ന് വെച്ചാൽ വാട്ട് ഹാപ്പൻഡ് വാസ്, ഞാൻ Redemittel പ്രിപ്പയർ ചെയ്തു ആൻഡ് ദാറ്റ് വാസ് റിയലി ഗുഡ്. ഞാൻ എൻ്റെ Redemittel's ഇവിടെ ഷെയർ ചെയ്യാം. ഇറ്റ് വാസ് റിയലി ഗുഡ്. ബട്ട് ദ പ്രോബ്ലം വാസ് ഐ നെവർ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ഫോർ Schreiben. ഐ വാസ് പ്രിറ്റി ഷുവർ ബെഷ്വേർഡിൽ എപ്പോഴും ഏതെങ്കിലും കോഴ്സ് അറ്റൻഡ് ചെയ്തു, അത് ലൈക്ക് യുനോ ഇഷ്ടപ്പെട്ടില്ല, അല്ലെങ്കിൽ ഒരു ഹോട്ടലിൽ ഇതൊരു സ്റ്റേക്ക് വേണ്ടി പോയി ആൻഡ് അതും ഇഷ്ടപ്പെട്ടില്ല, അങ്ങനത്തെ ആ 2 ടൈപ്പ് ഓഫ് ലെറ്ററേ വരുള്ളൂ എന്ന് എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. പക്ഷെ പരീക്ഷയ്ക്ക് പോയപ്പോൾ എനിക്ക് വന്നത് ഇത് രണ്ടുമല്ല. എനിക്ക് വന്നത് ഇറ്റ് വാസ് അബൌട്ട് ദിസ് തിങ്,
you ordered fruits and vegetables online, and of course that was not in a good condition. So നമ്മൾ ബെസ്റ്റലിനെ പറ്റിയായിരുന്നു അത് മോസ്റ്റ്ലി. ഇപ്പോൾ ഒത്തിരി സെൻറ്റൻസ് സ്ട്രക്ചർ ഇപ്പോഴും ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിച്ചത് ഈ രണ്ടിനും വേണ്ടി ആയിരുന്നു, മറ്റേ 2 ടോപ്പിക്സിനും കുർസും ഹോട്ടലിന് വേണ്ടി. അപ്പോൾ ബെസ്റ്റെല്ലാം പെട്ടെന്ന് വന്നപ്പോൾ നമ്മൾ അയ്യോ ലൈക്ക് ഐ വാസ് സോ ദാറ്റ് കോൺഫിഡൻറ്റ് അത് രണ്ടും വരുള്ളൂ, പക്ഷെ അത് വന്നില്ല. സോ ഐ റെക്കമെൻഡ് യു ടു പ്രാക്ടീസ് ഓൾ ടൈപ്പ് ഓഫ് ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻസ്. നിങ്ങൾ ഏത് അത് സെലക്ട് ചെയ്താലും, ബെസ്റ്റ് വേർഡ് ആണെങ്കിൽ ബിറ്റേ ആയാലും, സോ ദാറ്റ് എക്സാം ഹോളിൽ നിങ്ങൾക്ക് ഷോക്ക് കിട്ടില്ല. ബിക്കോസ് അപ്പോൾ തന്നെ നിങ്ങൾ പെട്ടെന്ന് പിന്നെ യു ഹാവ് ടു ഓഫ് കോഴ്സ് റീഡ് ദ ക്വസ്റ്റ്യൻ. അതിൽ തന്നെ നിങ്ങൾക്ക് അത് മനസ്സിലാക്കുമ്പോൾ ഇത്തിരി സമയം എടുക്കും. So prepare your Redemittel in such a way that you can use it for like general Redemittel so that you can use it for any kind of thing, even if it's for ordering something or it's about a stay or anything like that. If it's about joining a quiz, anything. So angante general Redemittel prepare cheyanam. And I think with general പക്ഷെ എൻ്റെ Redemittel തന്നെ ഒരു 200 above വേർഡ്സിൻ്റെ ആയിരുന്നു. അത്രയൊന്നും വേണ്ട കേട്ടോ. ലൈക്ക് അത് ഞാൻ ഇത്തിരി കൂടുതലാക്കിയതാണ്. സോ ബിക്കോസ് ഐ വാസ് അപ്പം എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ കണ്ടന്റ് ഇത്തിരി കുറഞ്ഞു പോയാലും ലൈക്ക് ഇത് വേർഡ്സ് ലിമിറ്റിൽ വെച്ച് നോക്കിയാൽ എൻ്റെ വുഡ് ബി പെർഫെക്റ്റ്, ബട്ട് ദാറ്റ്സ് നോട്ട് കറക്റ്റ്. ലൈക്ക് പ്രിപ്പയർ യുവർ ഓൺ Redemittel's. ഞാൻ എങ്ങനെ ചെയ്തതെന്ന് വെച്ചാൽ ആദ്യം ഞാൻ ഇംഗ്ലീഷാണ് എനിക്ക് ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ ആയ ഒരു ലാംഗ്വേജ്. അതിൽ ഞാൻ പ്രോപ്പർ ഞാൻ എന്തൊക്കെ എഴുതും, ഇപ്പോൾ ഐൻലൈറ്റും ആൻഡ് ഷ്ലൂസ് ഇത് നമുക്ക് എപ്പോഴും ലൈക്ക് സെയിം എഴുതാമല്ലോ. സോ അതൊക്കെ ഞാൻ പ്രിപ്പയർ ചെയ്തു. ദെൻ ഐ കൺവേർട്ടഡ് ഇൻ ജർമ്മൻ. ദെൻ ഞാനത് ChatGPTനോട് ചോദിച്ച് കറക്റ്റ് എന്തെങ്കിലും ഗ്രാമർ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അതെനിക്ക് ശരിയാക്കി തന്നു. ആൻഡ് ഓൾസോ ബെസ്റ്റിനും ഇത്തിരി കൂടുതൽ അഡ്വാൻസ് ആക്കി തന്നു. അങ്ങനെ സോ യു ക്യാൻ ഓൾസോ പ്രിപ്പയർ യുവർ ഓൺ, ഓൾവേസ് പ്രിപ്പയർ യുവർ ഓൺ Redemittel's. ബിക്കോസ് ഈ ഇപ്പോൾ യൂട്യൂബിലും ഇതിലുള്ളതൊന്നും കോപ്പി ചെയ്താൽ അതൊരു യുണീക്ക് ആവില്ല. എപ്പോഴും നിങ്ങളുടെ സ്വന്തമായി നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ സ്വന്തം Redemittel ഉണ്ടാക്കുമ്പോൾ there will be uniqueness in that, right? So അത് ഓട്ടോമാറ്റിക്കലി എക്സാമിനറിനായാലും പ്രൂഫറിനായാലും അത് ചെക്ക് ചെയ്യുമ്പോൾ ഇഷ്ടപ്പെടും. അല്ലെങ്കിൽ ഈ യൂട്യൂബിലും ഈ PDF-ലൊക്കെ നമുക്ക് കിട്ടുന്നത് എല്ലാവരും ലൈക്ക് മെജോറിറ്റി ഓഫ് ദ സ്റ്റുഡൻസ് റൈറ്റ് ദാറ്റ്. സോ അത് കണ്ടാൽ തന്നെ അവർക്ക് മനസ്സിലാവും ഇത് എവിടുന്നോ അത് ചെയ്തതാണ്. സോ യു can make your own Redemittel. It's not that difficult. It's very easy. Then one more important thing, that is your exam is digital and you have to practice on German keyboard. So you can set നിങ്ങളുടെ കീബോർഡ് ഇംഗ്ലീഷ് കീബോർഡ് യു ക്യാൻ സെറ്റ് ഇറ്റ് ടു ജർമ്മൻ. ദെൻ എവിടെയാണ് ഉംലൗട്ട്സ് ഒക്കെ വരുന്നത് അതൊക്കെ നല്ല നിങ്ങളുടെ Redemittel's ഒക്കെ ശരിക്കും ടൈപ്പ് ചെയ്ത് സ്പീഡിൽ പ്രാക്ടീസ് ചെയ്ത് വെക്കുക. ബിക്കോസ് ഞാൻ പറഞ്ഞ പോലെ 30 minutes बहुत जल्दी ख़त्म हो जाता है. ഓക്കെ ഇങ്ങനെ ലൈക്ക് ജസ്റ്റ് ഇൻ എ സ്നാപ്പ് ഇറ്റ് വിൽ ഗെറ്റ് ഓവർ. സോ എൻ്റെ പരീക്ഷയിൽ വാട്ട് ഹാപ്പൻ വാസ് ലൈക്ക് ഞാൻ നോക്കി 5 minutes are left. ലൈക്ക് suddenly it was 25 minutes and now it's only 5 minutes. അത്ര പെട്ടെന്ന് ലൈക്ക് ഞാൻ എഴുതി നോക്കിയപ്പോഴേക്ക് 5 minutes are only left. I was like that. അപ്പോൾ ഞാൻ പെട്ടെന്ന് എങ്ങനെയെങ്കിലും കൺക്ലൂഡ് ചെയ്തു. അത് ഓട്ടോമാറ്റിക്കലി കറക്റ്റ് ടൈം ആയപ്പോൾ അതാവും പേജ് പോവും. ആൻഡ് ഞാനിങ്ങനെ നോക്കിയപ്പോൾ ആൾക്കാരൊക്കെ ഇങ്ങനെ താഴെ നോക്കി ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. ദി ഡോണ്ട് ഈവൻ നോക്കി അത് ആ സ്ക്രീനൊക്കെ പോയിന്ന് അവരിങ്ങനെ എഴുതിക്കൊണ്ടിരിക്കും. പിന്നെ വെൻ ദ ഹോളിലിരിക്കുന്ന എക്സാമിന് പറഞ്ഞപ്പോഴാണ് അവരൊക്കെ ഇങ്ങനെ മുകളിൽ നോക്കിയപ്പോൾ എല്ലാവരും ആ ഷോക്ക് എക്സ്പ്രഷനായി. സ്റ്റിൽ റിമെമ്പർ ദാറ്റ്. സോ യാ സോ പ്രാക്ടീസ് ചെയ്യുക ലാപ്ടോപ്പിൽ ലൈക്ക് ലോട്ട് നന്നായി പ്രാക്ടീസ് ചെയ്യും. ബിക്കോസ് സെഡും വൈയും അത് അങ്ങോട്ടും ഇങ്ങോട്ടാണ് റിപ്ലേസ്ഡ് ആണ്. പിന്നെ ഉംലൗട്ട്സിൻ്റെ പൊസിഷൻ, ഷാഫറ്റ്സിൻ്റെ പൊസിഷൻ അതൊക്കെ ലൈക്ക് പെട്ടെന്ന് അവിടെ എന്ന് ചെയ്യാമെന്ന് വിചാരിച്ചാൽ പറ്റില്ല. യു ഹാവ് ടു പ്രാക്ടീസ് ബിഫോർ ആൻഡ് അറ്റ്ലീസ്റ്റ് സ്റ്റാർട്ട് ബിഫോർ 1 month. ഓക്കെ ഫോർ എക്സാം ഒരാഴ്ച മുമ്പൊക്കെ തുടങ്ങാമെന്ന് പറഞ്ഞാൽ അത് ശരിയാവില്ലല്ലോ. ഐ തിങ്ക് യു ഗൈസ് ആർ വാച്ചിങ് ദിസ് വീഡിയോ ഹു ഹാവ് യുവർ എക്സാം ലൈക്ക് ഇത്തിരി സമയമെങ്കിലും ഉണ്ട് പ്രിപ്പയർ ചെയ്യാൻ. ഓക്കെ സോ യു ഹാവ് ടു ബി സീരിയസ് അബൌട്ട് യുവർ എക്സാം. സോ നൗ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ടെൽക്കിൻ്റെ നിങ്ങൾ ശരിക്കും എക്സാം എഴുതാൻ പോകുമ്പോൾ ഡിജിറ്റൽ നിങ്ങൾ എങ്ങനെയാണ് ഓപ്ഷൻ സെലക്ട് ചെയ്യേണ്ടതെന്നൊക്കെ കാണിച്ചു തരാം. ഓക്കെ സോ ദിസ് ഇസ് ഹൗ the page will appear for the TELC Schreiben exam. Okay, Schreiben Teil. So there are basically 2 options, Biteum and Beschwerde. Select Biteum if you are selecting that, and then you can just type your letter there. But if you think it was a mistake and you wanted to choose Beschwerde, don't worry. You can just double click on the question for Biteum, and then Beschwerde will be visible, and then you can just simply select Beschwerde. Click on that and you can just type your
letter. Okay, so I hope this was very helpful for you because beforehand അത് കിട്ടി ലൈക്ക് എങ്ങനെയായിരിക്കും എൻ്റെ പരീക്ഷ എന്നുള്ളത്, എങ്ങനെയാണ് അവിടെ സെലക്ട് ചെയ്യേണ്ടത്. ദിസ് വിൽ സേവ് യു എ ലോട്ട് ഓഫ് ടൈം. ആൻഡ് ഇങ്ങനത്തെ വീഡിയോ നിങ്ങൾക്ക് ലേസനും ഹ്യോറനും നിങ്ങൾക്ക് വേണമെങ്കിൽ ലൈക്ക് എങ്ങനെയാണ് നിങ്ങളത് ഡിജിറ്റലി ഉണ്ടാവാന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ do comment down below and I will definitely make a video for that. That's it for this video. Okay, so don't be scared, like do your best and God will do the rest. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ സോ ദൈവമാണല്ലോ നമ്മുടെ ബലം. സോ യു ഹാവ് ടു ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് അത്ര നിങ്ങൾ പഠിക്കുക, നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക, ബാക്കി ദൈവം നോക്കിക്കോളും, പേടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ബി പോസിറ്റീവ്. ടെൻഷനായിട്ട് കയറി പോകണ്ട, ബിക്കോസ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഓഫ് കോഴ്സ് അതിൽ തന്നെ ടെൻഷൻ ആകുമ്പോൾ തന്നെ നമുക്ക് പറഞ്ഞ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ടൈപ്പ് ചെയ്യാൻ പറ്റിയില്ല, കുഴപ്പമില്ല. ഇപ്പം ലേസനിങ് ഹ്യോറൻ അങ്ങനെയല്ല, ഇറ്റ്സ് ലൈക്ക് ലക്ക്, ലൈക്ക് ദൈവാനുഗ്രഹം. ചിലപ്പോൾ ചില ആൾക്കാർക്ക് അവർ ജസ്റ്റ് എക്സാമിന് സെൻറ്ററിന് മുമ്പ് കയറുന്നേക്കാളും മുമ്പ് വന്ന് പ്രാക്ടീസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചിലപ്പോൾ അതേമാതിരി ഒരു ടൈൽ അങ്ങനെ തന്നെ വന്നു എന്ന് വയ്ക്കാം. എനിക്കെന്ന് വെച്ചാൽ ഫുൾ പുതിയതാവുന്ന വന്നത്, ബട്ട് ചില ആൾക്കാർക്ക് അങ്ങനെയും കിട്ടും. സോ യാ, ഇറ്റ്സ് ഓൾ പറഞ്ഞ പോലെ ദൈവാനുഗ്രഹം, ലക്ക്. സോ നിങ്ങൾ നോക്ക്, പ്രാർത്ഥിക്കുക, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾക്ക് എന്ത് ക്വയറീസ് ഉണ്ടെങ്കിലും എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും കമൻറ്റ് ഇറ്റ് ഡൗൺ ബിലോ. ഞാൻ എല്ലാം തന്നെ റിപ്ലൈ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇഫ് യുവർ റിക്വസ്റ്റ് ഇസ് ടു മേക്ക് എ വീഡിയോ ഓൺ സർട്ടൺ ടോപ്പിക്, അത് നിങ്ങൾ ഓഫ് കോഴ്സ് കമൻറ്റ് ഡൗൺ ചെയ്യും. ഐ വിൽ ഡെഫിനറ്റ്ലി മേക്ക് എ വീഡിയോ ഓൺ സച്ച് ടോപ്പിക്സ്. ആൻഡ് അൻറ്റിൽ ദെൻ ഓക്കെ, എനിക്കറിയാം കുറേ ആൾക്കാരുടെ എക്സാംസ് are going on or it's about to happen in 2 weeks, 1 week. So all the best guys, you can do it. Okay, and don't be nervous when you enter the exam hall. It's a part, like nervousness is something which happens ellarkum ella exam nu mumbe undam, but don't, everything will be good. Okay, be confident and if you like this video, do like, share and subscribe to my channel. Okay, and yeah, until next time, cheers, bis bald.